കൂടെ ഇപ്പോൾ ഓട്ടോ പോകുന്ന സീൻ കണ്ടു കേട്ടോ. അതാ ഡാമിൻ്റെ മുകളിലാണ്, ഡാമിൻ്റെ മുകളിലാണ് ഇതാ ഓട്ടോ പോകണം. ഇപ്പോൾ ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് അതാ ഈ ഓട്ടോ പോകുന്നത്. കണ്ടോ ഇതാ ഡാമിൻ്റെ മുകളിൽ. ഇപ്പോൾ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതാ കണ്ടോ, ഇതാ താഴെ ഇതാ ഡാമിൻ്റെ മുകളിൽ കൂടെ ഓട്ടോ പോകണം. കണ്ടോ. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു ഇന്ത്യൻ ട്രാവലർ. അപ്പോൾ നമ്മളിന്നുള്ളത് കേരളത്തിൻ്റെ നെല്ലറ പറയുന്നുള്ള സ്ഥലത്തിലാണ്. അതെ, നിങ്ങൾ നെല്ലറ പറയുന്നുള്ള സ്ഥലത്തിലാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ശരി തന്നെയാണ്. പാലക്കാട് നമ്മളുള്ളത് മലമ്പുഴ ഡാമിലാണ്. അപ്പോൾ ഇന്ന് മലമ്പുഴ ഡാമിൻ്റെ വ്ളോഗ് മൊത്തം ബൈ ഇന്ത്യൻ ട്രാവലർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മലമ്പുഴ വെയിങ് ബ്രിഡ്ജിലാണ്. അപ്പോൾ ഇത് മൊത്തം ഇരുമ്പായിട്ടാണ് കെട്ടിയിരിക്കുന്നത്, ഇരുമ്പ്. അപ്പോൾ നമുക്കിന്ന് പോയിട്ട് എക്സ്പീരിയൻസ് നോക്കാം. ഇത് കണ്ടോ, 50 പേരിൻ്റെ മേലെ പോയ ബ്രിഡ്ജ്, 50 പേരിൻ്റെ മേലെ പോയ ബ്രിഡ്ജ് താഴ്ന്നു വീടുന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിഡ്ജ് ചെറുതായിട്ട് നമ്മുടെ എയർപ്ലെയിനിലൊക്കെ ഉള്ള പോലെ മറ്റേ ബോർഡിലാണ് കെട്ടിയിരിക്കുന്നത്. ഒരു ആട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി. നോക്ക്, ഇതാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം മഴയില്ലാത്ത കാരണം, വെയിലായ കാരണം വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അടിപൊളി വ്യൂ ആണ് മലമ്പുഴ ഡാമിൻ്റെ. നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഇത് കാണണം തന്നെ ചെയ്യണം. എന്താ പറഞ്ഞാൽ, ഇതിൽ കൂടെ നമ്മൾ ബോട്ടിലേക്കും പോകണത്. ബോട്ടിലേക്ക് പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ നടന്ന്, ബ്രിഡ്ജ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് ഇതിൽ കൂടെ നടന്ന് ഇത് അവസാനിച്ച് അങ്ങനെയാണ് നേരെ ബോട്ടിങ്ങിന് പോകേണ്ടത്. ചേച്ചി പേടിക്കേണ്ട വഴിയില്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ പേടിക്കേണ്ട വയസ്സായവർ, എന്താ പറയുക, ചെറിയൊരു ആട്ടമുണ്ട് ബ്രിഡ്ജിന്, അതാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന ആ സൈഡിൽ കൂടെയാണ്. ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ തന്നെ എന്താ ഒരു ഉൾഫിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഉൾഫ് അടിപൊളി. ഉൾഫ് ഡാമിൻ്റെ ഫുൾ വ്യൂ ആ ബ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമുക്കിപ്പോൾ ബോട്ടിക്ക് പോകേണ്ടത്. ബോട്ടിക്ക് അതേ പോയി ഇരിക്കുന്നുണ്ടോ, എക്സി പാർക്ക്, ബോട്ട്, ഡാം, ടോപ്പ്, ഇതേ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളത് ബ്രിഡ്ജിൽ കൂടെ നടക്കാൻ പോകണം. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ബ്രിഡ്ജിൽ. എന്താ കണ്ടോ, ടൂറിസ്റ്റ് സമയം, ഇപ്പോൾ വെക്കേഷൻ സമയമായ കാരണം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, എൻ്റെ പിന്നാലെ കണ്ടോ, കുറച്ച് ആൾക്കാർ പേടിക്കണൊക്കെ ഉണ്ട് നടന്നു വരാൻ. കുട്ടികളായാലും നോക്കി കേട്ടോ. ഇത് കണ്ടോ, മിക്കവാറും മലമ്പുഴയ്ക്ക് വരുന്നത് ഈ പുറത്തുള്ളവർ, തമിഴ്നാട് ഏരിയ അങ്ങനെയുള്ളവരൊക്കെയാണ് മിക്കവാറും ഇവിടേക്ക് വരുന്നത്. നോക്കിക്കോ, കുട്ടികളൊക്കെ വരുന്നത് നോക്കിക്കോളൂ. എന്താ കണ്ണാടിയൊക്കെ ഇട്ട് നീ പേടിക്കണെന്ന് പറഞ്ഞ? അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ബ്രിഡ്ജിൽ. മലമ്പുഴ വെക്കേഷൻ സീസൺ ആയ കാരണമാണ് ഇത്ര തിരക്ക്. ഇതാ നമ്മൾ ഫ്രണ്ടാണിത്. ഇവിടുന്ന് നേരെ നടന്നു പോയി നമുക്ക് ഡാമിൻ്റെ ടോപ്പിക്ക് പോകാം. അവിടേക്ക് പോകണം. കണ്ടോ, അവിടേക്ക് പോകണം, ഡാമിൻ്റെ ടോപ്പിക്ക് പോകാൻ. ഇന്ന് നമ്മൾ ഗാർഡനൊക്കെ കറങ്ങുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ടോപ്പ് എത്തിയിട്ട് വിശേഷം കാണാം. ഇപ്പം നമ്മൾ നോക്കിക്കോ, ഡാമിൻ്റെ അടുത്ത് പോകാൻ പോകുന്നത്. ഡാമിൻ്റെ അടുത്ത് നമ്മൾ ഡാമിൻ്റെ അടുത്ത് പോയി വ്യൂ നോക്കാൻ പോകണത്. ഇത് കണ്ടോളൂ. മഴ
മഴ സമയത്ത് വന്നാൽ ഡാം കാണാനുള്ള പറ്റിയ സമയമാണ്. ഇപ്പോൾ ഈ വെയിലായ കാരണമാണ് ഇത്ര വെള്ളം കുറവ്. മഴയത്തൊക്കെ ഇവിടെ ഫുൾ വെള്ളം. ഈ വെള്ളമൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഇപ്പോൾ ഡാം തുറന്നു വിടുമ്പോൾ ആൾക്കാർ കണ്ടോ മേളിൽ നിന്ന് കൂവാണ്, കൂവ്. അപ്പോൾ ഡാം കാണാനുള്ള പറ്റിയ സമയം പറയുന്നത് മഴ സമയമാണ്. മഴ സമയത്ത് ഈ ഡാമൊക്കെ ഷട്ടർ തുറക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇതിൽ കൂടെ ഇപ്പോൾ നമ്മൾ പോകണല്ലേ, ഇതിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇത് ഈ ആന കണ്ടോ, ആന ഇപ്പോൾ ഈ ഡാമിൽ കൂടെ വെള്ളം തുറന്ന് വിടുമ്പോൾ ഈ ആനയുടെ തുമ്പിക്കൈ കൂടെ ചെറുതായിട്ട് വെള്ളം വരും. അതൊരു കാണേണ്ട വ്യൂ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കിയോ, ഇത് കണ്ടോ ഡാമിൻ്റെ അടുത്തെത്തി നമ്മൾ. ഷട്ടർ ഡാമിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും വ്യൂ. കണ്ടോ നമ്മളിപ്പോൾ പോയി വന്നില്ലേ ബ്രിഡ്ജ്, അത് ആ ബ്രിഡ്ജാണ്. കണ്ടോ അതിൽ കൂടെ ആൾക്കാർ നടക്കുന്നു. ഇപ്പോൾ വെള്ളം കുറവ്. ഇതിൽ കൂടെയാണ് വെള്ളം ഷട്ടർ വഴി തുറന്ന് ഇങ്ങനെ താഴെ കൂടെ വന്ന് ഇതേ പോയി ഈ കനാലിൽ കൂടെ അപ്പുറത്തെ ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ അപ്പുറത്ത് പോകുന്നു. നമ്മളിപ്പോൾ അപ്പോളേ പോയി വന്നില്ലേ ബ്രിഡ്ജ്, ആ വഴി ഇതേ പോയത് ആ മലമ്പുഴ. ഇതേ ഇപ്പോൾ കയറ്റില്ല, നമുക്ക് മേലേക്ക് പോകാനുള്ള വഴിയാണ്. വേണ്ട, മേലേക്ക് പോകാനുള്ള വഴിയാണ്. ഇതേ കയറ്റില്ല, നമ്മൾ ഇതേ നടന്ന് ഗാർഡൻ്റെ അതിയെ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിൽ പോകാൻ പോണത്. ഇപ്പോൾ നമുക്ക് ഡാമിൻ്റെ മുകളിൽ പോകാൻ ഇതേ ഗാർഡനിൽ കൂടെ നടന്ന് നമുക്ക് അതിയെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗാർഡനിൽ കൂടെ നടന്ന് ഈ സ്റ്റെപ്പൊക്കെ കയറി ആ മേലെ എത്തുമ്പോൾ നമുക്ക് ഡാമിൻ്റെ മുകളിലെത്താൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. കണ്ടോ, ഇത് ഡാമിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് തോന്നുന്നത്. നമ്മൾ നടന്നു വരുന്ന വഴിക്ക് കണ്ടാണ്, എന്താണെന്ന് എനിക്കും അറിയില്ല. ഈ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഡാമിലേക്ക് നടന്നു പോകുന്ന വഴി ഇങ്ങനെ പോയി ഒക്കെ കണ്ടോ. ഇപ്പോൾ വെയിൽ കാലമാണ്, ഇപ്പോൾ ഒരു മഴ പെയ്ത കാരണമാണ് ഇപ്പോൾ മലമ്പുഴ ഡാം കാണാൻ. ഇന്ന് മഴ പെയ്തു, അതിൻ്റെ ഒരു ഇതാണ് കണ്ടോ ഡാം. നമ്മളിതാ ഈ സ്റ്റെപ്പ് കയറി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കയറി എന്നിട്ടാണ് മേലെ എത്തുന്നത്. നമ്മൾ മേലേക്ക് പോകാൻ പോവാണ്. അല്ല, ഈ ഡാമിൽ കയറാൻ കുറേ ഇടയ്ക്ക് ഓരോ വഴികളുണ്ട് തോന്നുന്നു. നോക്കിക്കോളൂ, അടുത്ത് നമ്മൾ അവിടെ കണ്ടില്ല ഒരു വഴി, അത് കഴിഞ്ഞ് ഇതൊരു വഴി, ഇതൊരു വഴി നോക്കിക്കോ. മേലേക്ക് പോകാനുള്ള അടുത്ത വഴി ഇതുവഴി മേലേക്ക് അങ്ങനെ കയറി. അവിടെ ഒരു ഷട്ടറുണ്ട്, ഷട്ടർ വഴി കയറി ഇവിടെ എത്താം നമുക്ക്. ഇങ്ങനെ ഇറങ്ങി ഇവിടെ കയറി ഇവിടെ ഒരു കനാലുണ്ട്. കരിങ്കല്ലിലാണ് കെട്ടിയിരിക്കുന്നത് ഡാം. നോക്കിക്കോട്ടോ, ഇത് ഇറിഗേഷന് വെള്ളം വിടുന്നതാണെന്ന് തോന്നുന്നു. കണ്ട വെള്ളമൊക്കെ വെറ്റിയിരിക്കുകയാണ്, വെയിൽ കാലമല്ലേ. അപ്പോൾ ഇവിടുന്ന് വ്യൂ നോക്കിക്കോട്ടെ. അതാ റോപ്പ് വേ പോകണം. കണ്ടോ, നമ്മൾ അടുത്ത വീഡിയോയിൽ റോപ്പ് വേയിൽ പോകുന്നുണ്ട്. ഈ വീഡിയോയിൽ മൊത്തം മലമ്പുഴ എത്തിക്കാനാണ്. അതാ ഉള്ളിൽ അതിൻ്റെ ഷട്ടർ തുറന്ന ഉള്ളിൽ കൂടെ വെള്ളം വരും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഡാമിലേക്ക് മേലേക്ക് പോകുന്ന വഴിയാണ്. മേലേക്ക് പോകാൻ കുറച്ച് നടക്കണം, ഒരു 500 മീറ്റേഴ്സോളം നമ്മൾ നടക്കണം. അപ്പോൾ നമ്മൾ അപ്ലൈ കാണിച്ചില്ലേ മേലെ കയറുന്ന വഴി. ഇതാണ് മേലെ കയറുന്ന വഴി. വേണ്ട, ഇതാണ് മേലെ കയറുന്ന വഴി. ഇതിപ്പോൾ മറ്റേ മോട്ടർ അതോടത്തേക്ക് വെള്ളം വിടാനുള്ള ഇതാണ് തോന്നുന്നു. കാരണം ആൾക്കാർ മേലെ ഇരുന്ന് കൂവുണ്ട്. ഒരു എൻജോയ്മെൻറ്റ്, നമുക്ക് മേലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഇറിഗേഷൻ്റെ വെള്ളം വിടുന്ന സാധനം തോന്നുന്നു. കണ്ടോ, നല്ല വെള്ളം വിടാൻ വേണ്ടി ഇറിഗേഷനിൽ നല്ല മോട്ടറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ ഇതേ നടന്ന്
എന്താ നമ്മൾ ഇതേ നടന്ന് ഇതാ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 1 2 3 4 സ്റ്റെപ്പും കൂടെ 4 സ്റ്റെപ്പല്ല 4 പടിയും കൂടെ കയറണം. എന്നാലേ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് എത്തുള്ളൂ. അതായത് കണ്ടോ ഇതിൽ കൂടെ ഒരു വഴിയും കൂടി ഉണ്ട് ഡാമിൻ്റെ അടുത്ത് കൂടെയാണ്. അപ്പോൾ നമുക്ക് ആ വഴി പോയി നോക്കാം. എല്ലാവരും വഴി പോകണ്ടല്ലോ. അപ്പോൾ നമുക്കിത് അത് കണ്ട ഇതാണ് പഴയ സ്റ്റെപ്പ് തോന്നുന്നു. എന്താ ഈ സ്റ്റെപ്പിൽ കൂടെ കയറി നമുക്ക് അവിടെ എത്തണം. ഒരു അത്യാവശ്യം നടക്കാനുള്ള ദൂരമൊക്കെ ഉണ്ട്. കണ്ട ഇതാണ് നമ്മുടെ പഴയ സ്റ്റെപ്പ്. ഡാമിന് ചേർത്തിയിട്ടാണ് ഈ സ്റ്റെപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പഴയ സ്റ്റെപ്പ്. ഇതാരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവരും ആ വഴി പോകണമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ വഴി പോയി നോക്കാം. എന്താ ഒന്ന് കയറി ഇനി അടുത്തത് നോക്ക് 90 ഡിഗ്രി. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാലേ അറിയുള്ളൂ. ഒരു 90 ഡിഗ്രി കയറുന്ന പോലെ തന്നെയാണ്. ഡാം നമ്മളിപ്പോൾ കയറി വന്ന അവിടെ നിന്നാണ് കണ്ടോ. ഇപ്പോൾ ക്യാമറ കാണുമ്പോൾ അടുത്തായിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇതിപ്പോൾ തിരിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ സ്റ്റെപ്പായി 3ാമത്തെ സ്റ്റെപ്പ്. അത്യാവശ്യം ഈ സ്റ്റെപ്പ് ഒരു സാധാരണ സ്റ്റെപ്പ് പോലെയല്ല, ഒരു 90 ഡിഗ്രിക്കാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. നമുക്ക് കയറുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ എത്ര ദൂരമായിന്ന്. കണ്ടോ ഒരു 90 ഡിഗ്രി ഫുൾ 90 ഏകദേശം ഒരു 90 ഡിഗ്രീൻ്റെ അടുത്ത്. ഇപ്പോൾ നമ്മൾ മേലെ കയറാറ് ഇത് അടുത്ത ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡാമിൻ്റെ മുകളിലെടുത്തും. കണ്ട ഒരു ചുവപ്പ് ഓറഞ്ച് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ കൂടെ പോയാൽ ഇതാണ് ശരിക്കും ഡാമിലേക്ക് മേലെ പോകാനുള്ളൊരു വഴി. പിള്ളേരൊക്കെ ഓടി വരുന്നത് വെക്കേഷനല്ലേ. ചെക്ക ഓടി കയറാൻ നിൽക്കുകയാണ്. ഓറഞ്ചിൽ പോണ ചുവപ്പ് ഓറഞ്ചിൽ പോവല്ലേ. ഇത് അത്യാവശ്യം 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 39 40 41 42 43 സ്റ്റെപ്പ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടുന്ന് കണ്ടോ ആ ബ്രിഡ്ജ് കാരണം കണ്ടോ അവിടുന്ന് വന്നത്. ഇപ്പോൾ ഡാമിൻ്റെ മുകളിൽ കയറിയിരിക്കണം. ഇതാണ് ഡാമിൻ്റെ വഴി. ഇതാ ഡാം. അത്യാവശ്യം തിരക്കുണ്ട് ഡാമിൽ. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റ് വന്നവർ രാവിലെ ഒരു നേരത്തെ വന്നതാ കുട്ടികളും മക്കളുമായിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. കണ്ടോ ഇത് പണ്ട് ഈ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ഇത് മലമ്പുഴയിൽ. അപ്പോൾ ഈ ബോട്ട് സർവീസ് ബോട്ട് ഇതിൽ കൂടെ ഇറക്കി വെള്ളത്തിലിറക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പായിരുന്നു ഇത്. കണ്ട വെള്ളം കുറവാണ്. വെള്ളം ഇപ്പോൾ നിറയെ ഉണ്ട് പറഞ്ഞാൽ വെള്ളം ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പഴയ ബോട്ട് നിൽക്കണണ്ട കാണിച്ചു തരാം. ഒരു പഴയ ബോട്ട് നിൽക്കണണ്ട അവിടെ വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഈ ബട്ടനും ബോട്ട് പുതിയതൊക്കെ ഇതിൽ കൂടെ ഇറക്കി ട്രാക്കൊക്കെ ഉണ്ടോ ചെയ്യണ്ട ഇതിൽ കൂടെ ഇറക്കി വെള്ളത്തിലിറക്കാനുള്ള പർപ്പസായിരുന്നു. അപ്പോൾ ഈ മെയിനായിട്ട്
ഈ മലമ്പുഴ ഡാം കെട്ടാൻ കാരണം ഒന്നാമത് കേരളത്തിന് നെല്ലറ പറയുന്നത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാടിന് നെല്ലറ ആക്കിയതല്ല ആക്കിയതും ഇപ്പോൾ നിലവിൽ അതൊന്ന് പേര് നിൽക്കാനുള്ള കാരണം ഈ ഒരു ഡാം കാരണമാണ്. ഈ മലമ്പുഴ ഡാമാണ് ഈ പാലക്കാടിന് ഒരു പകുതി മുക്കാലും ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഇറിഗേഷൻ വഴി വെള്ളം കൊടുക്കുന്നത് പകുതി മുക്കാലും ഈ മലമ്പുഴ ഡാം തന്നെയാണ്. മലമ്പുഴ ഡാം കാരണം മലമ്പുഴ ഡാം കെട്ടിയിട്ട് 3 പർപ്പസ് ഉണ്ട്. ഒന്ന് ടൂറിസം, മെയിനായിട്ട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്ന് കാണാനും, പിന്നെ ഈ വെള്ളത്തിൻ്റെ പാലക്കാടിന് മൊത്തം വെള്ളം കൊടുക്കുന്നത് ഇപ്പോൾ മലമ്പുഴ ഡാമാണ്. കണ്ടോ, ഇത് ഓരോ ചെറിയ ചെറിയ ഐലൻഡ് നമ്മുടെ കാണുന്നത് കണ്ടോ. ഇപ്പം ഇന്നലെ മഴ പെയ്ത് കാരണം മൂട്ടിൽ അല്ല നല്ല വെയിലായ തന്നെ കണ്ടത്. ഇവിടുന്ന് നമുക്ക് ഫുൾ ഗാർഡൻ കാണാൻ പറ്റും. അതാ റോപ്പ് വേ, മലമ്പുഴ ഗാർഡൻ. മലമ്പുഴ ഡാമിൻ്റെ മെയിൻ പർപ്പസ് പറയുന്നത് എന്താ പറയുക, കെട്ടാനുള്ള മെയിൻ പർപ്പസ് പറയുന്നത് ഒന്ന് വാട്ടർ, പാലക്കാടേക്ക് പകുതി മുക്കാലും ജനങ്ങൾക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഈ മലമ്പുഴ ഡാമിൽ നിന്നാണ്. പിന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ടൂറിസം. കേരളത്തിലെ 2ാമത്തെ വലിയ വാട്ടർ റിസർവാണ് മലമ്പുഴ ഡാം. അപ്പോൾ മലമ്പുഴ ഡാം കെട്ടാൻ തുടങ്ങിയത് 1949 സ്റ്റാർട്ട് ചെയ്ത് 1955 ഫിനിഷ് ചെയ്തു. ഇത് മലമ്പുഴ ഡാം അന്ന് മദ്രാസ് ഗവൺമെൻറ്റാണ് കെട്ടിയത്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ റിസർവാണ്. മലമ്പുഴ ഡാമിൻ്റെ ഹൈറ്റ് പറയുന്നത് 115 മീറ്റർ. മലമ്പുഴ ഡാം പറയുന്നത് ഈ എന്താ പറയുക വെസ്റ്റേൺ ഗാട്സ് മൗണ്ടനിൽ സിറ്റുവേറ്റ് ചെയ്താണ്. ഈ വെള്ളം ജനറേറ്റ് ചെയ്യുന്ന ഈ വെള്ളം വരുന്നത് മലമ്പുഴയ്ക്ക് ഇതാ ഈ വെസ്റ്റേൺ ഗാട്സ് ഓരോ മലയിൽ മഴ പെയ്യുമ്പോൾ അവിടുന്ന് വന്ന് ചേർന്ന വെള്ളമാണ്. ഈ വെള്ളം പോയിട്ട് 2-3 ട്രിബ്യൂട്ടറി ആയിട്ട് പിന്നെ പോവും. നമ്മൾ അപ്പളെ കണ്ടില്ലേ, അതിൽ കൂടെ പോയിട്ട് 2-3 ട്രിബ്യൂട്ടറി ആയി പോവും. അപ്പോൾ ഈ മലമ്പുഴ ഡാമിൻ്റെ മൊത്തം കപ്പാസിറ്റി പറയുന്നത് 226 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇവിടെ മലമ്പുഴ ഡാമിന് താങ്ങാൻ പറ്റുന്ന ശക്തി. ഇപ്പോൾ മലമ്പുഴൻ്റെ വ്യൂ പോയിൻ്റ് പറയുന്നില്ല, ഇതാ ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ കാണുമ്പോഴും ഇതാ മലമ്പുഴൻ്റെ ഫുൾ വ്യൂ പോയിൻ്റ് കൊടുത്താൽ ഇത് മലമ്പുഴൻ്റെ അടിയാണ്. 115 മീറ്ററാണ് ഹൈറ്റ്. ഇത് കണ്ട ഫുൾ വീട് മലമ്പുഴ ഡാമിൻ്റെ ഫുൾ. ഇതാ നമ്മളപ്പോഴേ വന്ന ബ്രിഡ്ജ്, ഇതാ ഡാമിൻ്റെ ഷട്ടർ, ഇങ്ങനെ ഫുൾ ഇത് നമ്മുടെ വ്യൂ പോയിൻ്റ് പറയും ഇവിടെ നിന്നാൽ മലമ്പുഴയ്ക്ക്. അതോ അവിടെ റോപ്പ് ഇതിങ്ങനെ തിരിഞ്ഞതാ നമ്മൾ എൻട്രൻസ് കയറ്റി കയറിയത്. അങ്ങനെ കയറിയതാ വെസ്റ്റേൺ ഗട്ട്സ് ഫുൾ മലകൾ നിരകൾ ഇങ്ങനെ 360 വ്യൂ ആണ്. ഇവിടെയാണ് മറ്റേ മലമ്പുഴയിലെ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമൊന്നുമിതാ. നമുക്ക് എല്ലാവരും ആ ഡാമിൻ്റെ മുകളിൽ എത്തി നോക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ഗവൺമെൻറ് കെട്ടിയതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് കണ്ട, ബാക്കിയുള്ളവിടെ എവിടെയും ഉണ്ടാവില്ല. കണ്ട, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. കണ്ട, ഇതൊരു വ്യൂ പോയിൻ്റ് പോലെ. കണ്ട, ഇതൊരു വ്യൂ പോയിൻ്റ് പോലെ കെട്ടിയ സാധനം. കണ്ട, ഇവിടുന്ന് ഇങ്ങനെ പോയി ഫുള്ള് മലമ്പുഴ ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. കണ്ട, ഇതാണ് അടി, ഇതാ ഫുൾ കണ്ടോ. അപ്പോൾ അപ്പോളേ നമ്മൾ പറഞ്ഞില്ലേ താഴെ നിന്ന് മേലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട് എന്ന്. ഞാൻ അപ്പോളേ കാണിച്ചില്ലേ, അത് ആ എൻട്രൻസിൻ്റെ ഗേറ്റാണ് ഇത്. കണ്ട, ഗേറ്റ് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഗേറ്റ് കണ്ട ആ താഴെ നിന്ന് മേലെ ഇങ്ങനെ കയറി വരും. കണ്ട നമ്മൾ അപ്പോളേ താഴെ നിന്ന് ഒരു ഗേറ്റ് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ മേലെ കൂടെ ഇതേ വരാൻ പറ്റും. പക്ഷേ ഇതേ നമ്മളെ വിടില്ല ഗവൺമെൻറ്. അപ്പോഴേ ഞാൻ കാണിച്ചില്ലേ മലമ്പുഴ ഡാം നമുക്ക് ഇതിൽ കൂടെ എത്തി നോക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പോൾ ഇത് ഡിഫിക്കൽട്ട് ആൾക്കാർക്ക് വേണ്ട, എത്തി നോക്കി വീഴണ്ട പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഇതേപോലത്തെ സാധനം കിട്ടിയിരിക്കുന്നത്. കണ്ട, അപ്പോഴേ അവിടെ നിന്ന് കണ്ടു, ഇതെവിടെ കണ്ടു. അപ്പോഴേ നമ്മൾ ഓട്ടോ പോകണം കണ്ടില്ലേ. ഓട്ടോ പോയത് വേറെ ഒന്നൊന്നുമില്ല, ഇവിടെ ഇപ്പോൾ എന്തോ മെയിൻ്റെനൻസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ഷട്ടറിൻ്റെ മെയിൻ്റെനൻസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഓട്ടോ വന്നത്. ഇപ്പോൾ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാണ് ഡാമിൻ്റെ.
ഷട്ടറിൻ്റെ മെയിൻ്റനൻസ് നടക്കണം. അതല്ല, അവർക്ക് 3 ലക്ഷം രൂപ ഉണ്ടായാലും 1 ലക്ഷം രൂപ കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. ഷട്ടർ മെയിൻ്റനൻസ് നടക്കുകയാണ് ഇപ്പോൾ. ഷട്ടർ മെയിൻ്റനൻസ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതാ ഓട്ടോ വന്നത്. കണ്ട ഇതാ ഓട്ടോ. നമ്മളിപ്പോൾ അവിടെ കണ്ടില്ലേ, അത് അപ്പുറത്തെ സൈഡ് വ്യൂ ചെയ്യാൻ വേണ്ടി. ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഡാമിലിരുന്ന് വ്യൂ ചെയ്യണ്ടേ, അത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇത് കെട്ടിയിരിക്കുന്നത്. കണ്ട ഇത് കണ്ട ഇതാ. ഇപ്പം നമ്മൾ ഡാമിലേക്ക് ഇറങ്ങാൻ പോകണം. ഡാമിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതാണ് ഡാം. കണ്ട ഇതാണ് ഡാം. ഡാമെന്ന് കുറച്ചും കൂടെ ഇതാ ഈ സ്റ്റീൽ കെട്ടിക്കുന്നുണ്ട്. അത് കണ്ട നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് വ്യൂ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. കണ്ട ഇതൊക്കെ ഒരു നല്ല ഐഡിയ ആണ്. ഇത് കെട്ടിയില്ല പറഞ്ഞപ്പോൾ പലവരും എത്തി നോക്കും, ഡാമിലേക്ക് വീഴും. അതൊന്നും വേണ്ട പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഇതൊക്കെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നല്ല ഐഡിയ ആണ്. കണ്ട ഇതിൽ നമുക്ക് അതിലൊരു ടെൻഡൻസി വരില്ല. അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്കിപ്പോൾ എത്തി നോക്കണം. കണ്ട ഇങ്ങനെ നിന്ന് ഇവിടെ എന്താ വെള്ളം കണ്ടോ നമുക്കിതിപ്പോൾ ഡാമിൽ നിന്ന് ഇത് എത്തി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ഇതാ ഇങ്ങനെ നോക്കിയാൽ മതി. ജസ്റ്റ് കണ്ട എല്ലാം നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവില്ല ഇങ്ങനെ ചാടിയല്ല, ജസ്റ്റ് എത്തി നോക്കാനുള്ള ടെൻഡൻസി വേണ്ട. നമുക്കൊരു കുറച്ചും കൂടെ സേഫായുള്ള സാധനം ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം കെട്ടിയിരിക്കുന്നത്. കണ്ട ഒരു വിൻഡ് മില്ല് വർക്കിംഗ് ആണോ എന്നറിയില്ല, പക്ഷേ ഇതാ കണ്ട വിൻഡ് മില്ല് വഴി ഇതാ പവർ സ്റ്റേഷനാണോ, ഇതാ പവർ സ്റ്റേഷൻ. അതാണ് മലമ്പുഴ പവർ സ്റ്റേഷൻ. ഇത് കഴിഞ്ഞത് ആ വിൻഡ് മില്ല് വേണ്ട. നല്ലൊരു ഐഡിയ തന്നെയാണ് വിൻഡ് മില്ല്. അപ്പോൾ ഇവിടെ കുറച്ച് സോളാർ പാനലും കൂടെ വെച്ചാൽ ഈ ടൂറിസ്റ്റ് എത്താത്ത സ്ഥലത്ത് കൂടെ ഒരു സോളാർ പാനലും കൂടെ വെച്ചാൽ നല്ല ഐഡിയ ആണ്. കണ്ടോ MWL എഴുതിയിരിക്കണല്ലേ, അതാണ് മലമ്പുഴ വാട്ടർ ലെവൽ. ഇത് അപ്പോൾ ആ മലമ്പുഴ വാട്ടർ ലെവലിന് ആ MWLൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ ഷട്ടർ തുറക്കാനുള്ള കപ്പാസിറ്റി ആയി എന്നാണ് ഡാമിനർത്ഥം. MWL ഒരു ചെറിയൊരു ഐലൻഡാണ്. ആ MWLൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഷട്ടർ തുറക്കാനായതുണ്ടാവും. ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ചന്തം കണ്ടോ, വെസ്റ്റേൺ ഗാർഡ്സിനാണ് ഈ മലമ്പുഴ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. കണ്ട നമ്മൾ ടൂറിസ്റ്റൊക്കെ വന്ന് ശരിക്കും കാണേണ്ട ഒരു സ്ഥലമാണ് തന്നെയാണ് മലമ്പുഴ. കണ്ട എന്താ അത് അടിപൊളി വ്യൂ. കണ്ട ഇനി ഇത് കുറേ ഒരു ദൂരമുണ്ട്, അതുവരെ നമ്മൾ പോകാൻ പറ്റുമോ എന്നറിയില്ല, ചോദിച്ചു നോക്കാം. എന്താ വിൻഡ് മില്ല് കണ്ട, വർക്കിംഗ് ആണോ എന്നറിയില്ല, പക്ഷെ ഇത് കണ്ട ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതാ ഡാമിൻ്റെ അടുത്ത് ഇതാ ഒരു വിൻഡ് മില്ല്. അപ്പോൾ നമ്മളിപ്പോൾ ഡാമിൽ ഇറങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു അതേ കയറാൻ പറ്റുമെന്ന്. അപ്പോൾ അതേ കയറാൻ പറ്റില്ല, അവിടെ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോണ വഴിയുണ്ട്. അതിങ്ങനെ ഇതേ പോയി ഇതേ ഇറങ്ങി ഇപ്പോൾ കാണിച്ചത് നമ്മൾ ഇങ്ങനെയാണ് ഇറങ്ങാൻ പോണത്. ഈ വഴി വന്ന് അങ്ങനെ കയറി അത് എൻട്രൻസ്. ഇത് നമുക്കിങ്ങനെ പോയി താഴെ ഇറങ്ങാനുള്ള വഴി ആയിക്കോട്ടെ. അത് ഇവിടുന്ന് ഇങ്ങനെ പോയി സ്റ്റീപ്പായി എന്താ കണ്ട ഇങ്ങനെ എത്തി ഇതേ പോയി നമ്മളിപ്പോൾ കണ്ടില്ലേ മലമ്പുഴ KSEB ഇതിൻ്റെ അടുത്ത് കൂടെ പോകും. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ കണ്ട ഇതേന്ന് ഇറങ്ങാൻ പോണത്. നമ്മൾ ആദ്യം എൻട്രൻസ് വന്നു. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി താഴെ വരെ പോകണം. കണ്ട ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. കണ്ട ഫുള്ള് ഡാമിനെ ചേർത്തിട്ട് തന്നെയാണോ ഈ പടിയൊക്കെ പണ്ട് കെട്ടിയ പടി തന്നെയാണ്. ഇങ്ങനെ പോയി കണ്ട അതേ ഡാമിൻ്റെ അറ്റം. നമുക്ക് ഡാമിൻ്റെ അറ്റത്ത് പോകാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഈ സമയത്ത് ആനയൊക്കെ ഈ വെള്ളം കുടിക്കാൻ പറ്റുന്ന സമയമാണ്, ചൂടുകാലമല്ലേ. അപ്പോൾ അതിന് വേണ്ടി അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ട മേലെ കയറിയ പടി നമ്മളിപ്പോൾ അധികം ഇറങ്ങി വന്ന് എങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ താഴെ ഇറങ്ങുക. നമുക്കുണ്ട് അപ്പോഴേ കണ്ടില്ല വിൻഡ് മില്ല്. ഇപ്പം നമ്മൾ അതേ കയറി
അപ്പോൾ ഇത് ഇറങ്ങി. ശരിക്കും മലമ്പുഴ ഡാം ഇങ്ങനെയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ പലവരും അതേ വന്ന് അതേനെ പോകണം. ഇതേനൊക്കെ ഇറങ്ങി പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇവിടെ നോക്കണോ, അവോയ്ഡ് പ്ലാസ്റ്റിക് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് പ്ലാസ്റ്റിക് ഇട്ടിട്ട്. ഇതാണ് നമ്മുടെ ഗുണം. എവിടെ പ്ലാസ്റ്റിക് ഇടേണ്ടത് പറഞ്ഞാൽ അവിടെ തന്നെ പ്ലാസ്റ്റിക് ഇടണം. നോക്കണം, അവോയ്ഡ് പ്ലാസ്റ്റിക് സേവ് മലമ്പുഴ. ഇതാ ലേസ്, ജ്യൂസ്, ഇതാ കണ്ട ഫുൾ, ഇതാ കണ്ട പ്ലാസ്റ്റിക്. ഡസ്റ്റ്ബിൻ്റെ ഒക്കെ കോലം നോക്കിതാ, എന്താ ഫുള്ള്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഡാമിൽ നിന്ന് ഇറങ്ങി നമ്മളിത് കണ്ട ആ സ്റ്റെപ്പിൽ കൂടെയാണ് ഇറങ്ങിയത്. കണ്ട ആ സ്റ്റെപ്പ് കണ്ട, ആ മുകളിലത്തെ സ്റ്റെപ്പ് അതേ ഇറങ്ങി ഇതേ വന്ന് ഇപ്പോൾ നമ്മൾ താഴേക്ക് പോകാൻ പോകണം. നമുക്ക് അതുവരെ പോകാൻ പറ്റും, ആ അറ്റം വരെ പോകാൻ പറ്റും. ആ അറ്റം എന്താ പറഞ്ഞാൽ ഇപ്പോൾ ആനയൊക്കെ ചൂടുകാലമല്ലേ, ചൂടുകാലത്ത് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയാൽ ഡേഞ്ചറാണ് പറഞ്ഞിട്ട് ഗവൺമെൻറ് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതേ പോയി വേണ്ട, ഇതാണ് ശരിക്കും ഇറങ്ങേണ്ടത്. നമ്മൾ അങ്ങനെ കയറി ഇതേ ഇറങ്ങണം. കണ്ടതാ മറ്റേ നമ്മൾ അപ്പളെ കണ്ട വിൻഡ് മില്ല് വർക്കിംഗ് ആണോ അറിയില്ല. നമ്മളിപ്പോൾ ഇത് അധ്യയനം അങ്ങനെ ചുറ്റി വന്നു കണ്ടോ, ഇപ്പോൾ അവിടെ ആൾ നിൽക്കുന്നില്ലേ. നമ്മൾ അങ്ങനെ ചുറ്റി വന്നത് ഇപ്പോൾ കണ്ട ഇതേ ഇറങ്ങി അങ്ങനെ അതാ വിൻഡ് മില്ലിൻ്റെ അടുത്ത് നമ്മൾ പോകണം. വിൻഡ് മില്ല് താഴെ ഇറങ്ങി കുടിക്കാനൊക്കെ വെള്ളം പോയിട്ടുണ്ട് കണ്ട, ഡ്രിങ്കിങ് വാട്ടർ. അതൊരു നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ ദാഹിച്ചു വന്നു പറഞ്ഞാൽ നേരെ ഇതാ ഈ ഡ്രിങ്കിങ് വാട്ടറിൽ വെള്ളം കുടിക്കുക. എവിടെ നമ്മുടെ വിൻഡ് മില്ലിൻ്റെ അടുത്തായിട്ട് തന്നെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ ഒരു സ്റ്റാച്ചു. ഇതിപ്പോൾ മലമ്പുഴ KSEBിയുടെ വിൻഡ് മില്ലിൻ്റെ ഇതാണോ ട്രാൻസ്ഫോമറാണോ. നമ്മളിത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചായയും കടിയൊക്കെ വാങ്ങാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കുടിക്കുകയെന്ന് വെച്ചാൽ കുടിക്കുക. അത് കണ്ടോ ജ്യൂസ്, ഐസ്ക്രീം, ഇവിടെ വരുന്നവർ അതൊക്കെ കുടിക്കുക. കണ്ടോ അടിപൊളി കാക്ടസ്, മലമ്പുഴ ഡാമിൻ്റെ അതാണ് നമ്മൾ അപ്പോഴേ കണ്ട നേരാക്കണ്ടായിരുന്ന ടെർമിനൽ. ഇതേ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ കുറേ കടകളുണ്ട്. ഡാമിൻ്റെ അടുത്ത് തന്നെ ഓരോ ചെറിയ ചെറിയ മണ്ഡപമൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡപം പോലത്തെ ഒരു സെറ്റപ്പാണ്, ഇരിക്കാനുള്ള സെറ്റപ്പാണ്. നമ്മൾ ഇതേ പോയി ഇങ്ങനെ പോയി ഫുൾ കാക്ടസ്, അടിപൊളി വ്യൂ. ഇതാ മലമ്പുഴ ഡാമിൽ നിന്ന് നേരെ നമ്മളിപ്പോൾ ഈ സ്വീറ്റ്സും ഇതൊക്കെ കിട്ടുന്ന കടയാണ്, സ്വീറ്റ്സ് അല്ല സ്നാക്സൊക്കെ കിട്ടുന്ന കടയുണ്ട്. സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കണ്ട നമുക്കിപ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ളൊരു റെസ്റ്റിംഗ് പ്ലേസ് ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല അതേതാ റോപ്പ് വേ പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് റോപ്പ് വേൻ്റെ വീഡിയോ തന്നെയാണ്. ഇത് കണ്ട ഇരിക്കാനുള്ള സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇത്രയും നടന്നൊക്കെ വന്ന് ക്ഷീണിച്ച് പറഞ്ഞ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. ഡാം കണ്ടിരിക്കുക കണ്ട, ഡാമിൻ്റെ വ്യൂ കണ്ട അടിപൊളിയായിട്ട്. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഡാം. ഫുള്ള് കാണാം ഡാം. ഇതിപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരിക്കുക. ഒരു മണ്ഡപം പോലെ ഗവൺമെൻറ് കുറേ നല്ല പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക്കാണ് ഇവിടെ മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങനെ കയറി ഈ ഡാം വഴി കയറി ഇതേ പോയി അതാ തിരിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി ഇവിടെയൊക്കെ അല്ല ഇങ്ങനെ ഇറങ്ങിയതപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നടന്നു വന്ന് ക്ഷീണിച്ചവരൊക്കെയാണ് പറഞ്ഞതപ്പോൾ സ്നാക്സ്, ഫുഡ്, ഐറ്റംസൊക്കെ ഇവിടെ ഓരോ കടകളുണ്ട്, അവിടെ പോയി കഴിക്കാം. കണ്ട ഇത് നമ്മളിപ്പോൾ ഡാമിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ ആ മേലിൽ നിന്ന് ഇറങ്ങിയില്ലേ, അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു ബ്രിഡ്ജുണ്ട് ഇവിടെ. ആ ബ്രിഡ്ജ് വഴി ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതാണ് മലമ്പുഴയിൽ ഇപ്പോൾ KSEBിന്ന് വെള്ളം വിട്ട് കഴിഞ്ഞാൽ
KCBയിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം വിടുമ്പോൾ ഈ കനാൽ വഴി വന്നിട്ടാണ് വേറെ എല്ലാവിടേക്കും വെള്ളം പോവുക. കണ്ടോ ഇപ്പോൾ വെള്ളം വരുന്നുണ്ടോ, വെള്ളത്തിന് ഫ്ലോ ഉണ്ടോ, നല്ല അടിപൊളി ഫ്ലോയിലാണ് വെള്ളം പോകുന്നത്. ഇപ്പോൾ തുറന്നു വിട്ടുണ്ട് അത്യാവശ്യം. ഇത് കനാലുകളിലേക്കൊക്കെ വെള്ളം പോകാൻ വേണ്ടി അവിടുന്ന് തുറന്നു വിട്ടാണ്, അവിടുന്ന് തുറന്നു വിട്ട് ഇതാ നമ്മൾ ഇത് ഇറങ്ങി ആ ബ്രിഡ്ജിൽ കൂടെയാണ് കയറി പോകണം. റോപ്പ് വേ ഉണ്ടോ, റോപ്പ് വേ. അടുത്ത വീട് നമ്മൾ റോപ്പ് വേ തന്നെയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഈ വെള്ളം വിട്ടിരിക്കുന്നത് ഇന്ന് മലമ്പുഴയ്ക്ക് വെള്ളം വിടുന്നുണ്ട്. റോപ്പ് വേ ഈ മലമ്പുഴ ഇത് നല്ലൊരു ബ്രിഡ്ജ്. ഇതും മലമ്പുഴ പണിയുമ്പോൾ തുടങ്ങിയ കെട്ടിയ ബ്രിഡ്ജാണ് തോന്നുന്നത്. ഫുള്ള് കല്ല്, ഈ പഴയ ഇതുപോലെ അപ്പുറത്തും ഇതാ പഴയത്. ഈ ഗ്ലീവറിൽ തിരിച്ചിട്ടാണ് ഈ ഷട്ടർ തുറക്കുക. ഈ ഓരോ ഷട്ടർ കണ്ട, ഇവിടെ ഒരു ഷട്ടർ, ഇതാ ഒരു ഷട്ടർ. അപ്പോൾ അത് ആ ഷട്ടർ തുറന്നിരിക്കുന്ന കാരണമാണ് ഇപ്പോൾ വെള്ളം അതേ പോണത്. കണ്ട വെള്ളം ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുകയാണ് അത്യാവശ്യം. എന്താ അതേ അവിടുന്ന് വന്ന് വെള്ളം ഇതേ പോകണുണ്ടോ. ഇത് ഇപ്പോൾ മലമ്പുഴയിൽ പാലക്കാട് ഇത്തിരി ഡ്രൈ ആവുന്ന സമയമാണല്ലോ, ഈ ചൂടുകാലമല്ലേ. ഈ ഒരു മാസത്തേക്ക് വേണ്ടി അത്യാവശ്യം വെള്ളം വിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിട്ടിരിക്കുന്നത്. കണ്ടതിന് വെള്ളം വിട്ടിരിക്കുകയാണ്. കണ്ടോ വെള്ളം എത്ര ഫോഴ്സിലാണ് പോകുന്നത് മലമ്പുഴ ഡാമിൻ്റെ വെള്ളം. അവിടുന്ന് വന്ന് നമ്മളിപ്പോൾ കണ്ടില്ല, ആ ബ്രിഡ്ജിൽ നിന്ന് വന്ന് വെള്ളം പോകണുണ്ടോ, എത്ര ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്താണ് പാലക്കാട് വന്ന് ഇപ്പോൾ ഡ്രൈ സീസണാണ്. ഈ ഡ്രൈ സീസൺ കാരണം കുറച്ച് പുഴകളൊക്കെ വരണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് വെള്ളം കൃഷി ആവശ്യത്തിനും ഡ്രിങ്കിങ് ആവശ്യത്തിനും വേണ്ടി ഇതൊക്കെ വിട്ടിരിക്കുന്നുണ്ടോ. ആ ഇത് കണ്ടോ. നമ്മൾ അപ്പോഴെ കുറച്ചപ്പോഴേ 2 ബ്രിഡ്ജ് ഉണ്ട് പറഞ്ഞില്ലേ മേലിൽ. അപ്പോൾ അത് ഫസ്റ്റ് ബ്രിഡ്ജ്, ഇതൊരു സെക്കൻഡ് ബ്രിഡ്ജ്. ഇതും അതേ മെറ്റീരിയൽ വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വെയിറ്റ് ലിമിറ്റ് പറയുന്നത് 50 പേരാണ്. കണ്ടോ ആൾക്കാർ വരുന്നുണ്ടോ. നമ്മൾ ഇറങ്ങി വന്നില്ലേ ബ്രിഡ്ജ്, ഇറങ്ങി വന്ന ബ്രിഡ്ജാണ്. കണ്ടോ ഇതും ആ മലമ്പുഴ കെട്ടുന്ന സമയത്ത് കെട്ടിയ ബ്രിഡ്ജ് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഡാമിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. എന്തിനു പറഞ്ഞാൽ ഇറിഗേഷൻ പർപ്പസിനൊക്കെ ആയിട്ട് ഈ വെള്ളം പോകണമല്ലോ. നല്ല ഫോഴ്സിലാണ് വരുന്നത്. ക്യാമറയിലായാലും സ്ലോ ആയി കാണുന്നത്. ഇവർ നല്ല ഫോഴ്സിലേക്കാണ് വെള്ളം പോകുന്നത്. ഇത് കണ്ടോ അടിപൊളി ഒരു അടിപൊളി ഒരു ആല് കണ്ടോ. എത്ര വർഷം പഴക്കമെന്നൊന്നും അറിയില്ല. ആലല്ല, ബാനിയൻ, ആ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് കണ്ടോ. ഇപ്പം ഒരു അടിപൊളി ഇത് തന്നെയാണ് കണ്ടോ. ഫുള്ള് റൂട്ട് സിസ്റ്റമൊക്കെ ഇങ്ങോട്ട് പകർത്തി കണ്ടോ. ഒക്കെ കാണേണ്ട ഒരു സാധനം തന്നെയാണ് മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ. ബദാം മരങ്ങൾ ഇത് കണ്ടോ. കല്ലിൽ കൂടെ വേരൊക്കെ വന്ന് അടിപൊളി തന്നെയാണ്. നമുക്ക് അടുത്ത് പോയി കാണാം. കണ്ടോ അതിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ആൽ സിസ്റ്റം. വേരൊക്കെ ഇറങ്ങി വെള്ളം ഇതിൽ കൂടെ പോകുന്നു. കണ്ടോ എന്താ ഫുൾ ടണലാണ് കണ്ടോ. കണ്ടോ വേരൊക്കെ. ഇതാണ് നമ്മുടെ മലമ്പുഴ യക്ഷി. നമ്മുടെ ഇപ്പോൾ മലമ്പുഴേൻ്റെ പാർട്ട് 1 കഴിഞ്ഞിരിക്കുന്നു. പാർട്ട് 2 വീഡിയോ വരാനുണ്ട്. അത് നമ്മൾ റോപ്പ് വേയിലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.